ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചർ, പശ്ചാത്തല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഊർജം, എനർജി എന്ന ടോപ്പിക്കാണ്. അതിൻ്റെ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ ചർച്ച ചെയ്തു. കൂടാതെ വൈദ്യുതി മേഖല നേരിടുന്ന വെല്ലുവിളികളാണ് നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് വൈദ്യുത മേഖല നേരിടുന്ന വെല്ലുവിളികളെ അടിസ്ഥാനമാക്കി വൈദ്യുത ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ പവർ ജനറേഷൻ. വൈദ്യുത ഉൽപ്പാദനത്തിൽ എങ്ങനെ സ്വയം പര്യാപ്തത കൈവരിക്കാം അതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ പശ്ചാത്തല സൗകര്യം അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് കൂടുതൽ പണം ചെലവാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന സൗകര്യം അഥവാ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സ്വകാര്യ മേഖലയും കൂടുതൽ പണമിറക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് PPPയെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജിങ് PPP. എന്ന് പറഞ്ഞാൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കൂടുതൽ പണം ഇറക്കി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. PPP എന്ന് പറഞ്ഞാൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് PPP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പൊതു സ്വകാര്യ പങ്കാളിത്തം, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് മൂന്നാമത്തെ പോയിൻ്റ്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ പോയിൻ്റാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ പുനരുപയോഗ ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അതായത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് സൗരോർജം. കൂടാതെ കാറ്റിൽ നിന്നുള്ള ഊർജം ഇന്ന് എത്ര ഉപയോഗിച്ചാലും തീരൂല. അങ്ങനെയുള്ള ഊർജ്ജങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, പുനരുൽപ്പാദിപ്പിക്കാൻ വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന ഈ ഊർജ്ജങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയില്ല. എൻകറേജ് ദ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി ലൈക്ക് സോളാർ എനർജി ആൻഡ് വിൻഡ് എനർജി. ഓക്കെ, സോളാർ എനർജി, വിൻഡ് എനർജി എക്സെട്ര. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ പോയിൻ്റാണ് CFL LED വിളക്കുകൾ ഉപയോഗിച്ച് ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് എനർജി കൺസർവേഷൻ ത്രൂ യൂസ് ഓഫ് CFL ആൻഡ് LED ലാംപ്സ്. അതായത് CFL ബൾബുകളും അതേപോലെ LED ബൾബുകളും ഉപയോഗിക്കുകയാണെങ്കിൽ, LED CFL ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വൈദ്യുതി സംരക്ഷണത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള വിളക്കുകളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അടുത്ത പോയിൻ്റാണ് അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ ആണവോർജം സൃഷ്ടിക്കുക, ജനറേറ്റ് ന്യൂക്ലിയർ എനർജി ത്രൂ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ. അതായത് അണുവൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് യുറേനിയം വേണം. അപ്പോൾ യുറേനിയം പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ആ വിദേശ രാജ്യങ്ങളിൽ യുറേനിയം കിട്ടണമെങ്കിൽ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ്. അതിലൂടെ യുറേനിയം ഇന്ത്യയിലെത്തിച്ച് അണുവൈദ്യുത ഉൽപ്പാദനം കൂട്ടുക, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിൻ്റാണ് സംസ്ഥാന വൈദ്യുത ബോർഡുകളുടെ വിതരണ പ്രക്ഷേപണ നഷ്ടം കുറയ്ക്കുക. സംസ്ഥാന വൈദ്യുത ബോർഡുകൾ വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ കുറേ നഷ്ടം ഉണ്ടാവുന്നുണ്ട്, അത് കുറയ്ക്കുക. ഇതാണ് അടുത്ത പോയിൻ്റായിട്ട് എടുത്ത് പറയുന്നത്. റെഡ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസസ് ബൈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്സ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് വൈദ്യുതി മോഷണം തടയുക, പ്രിവെൻറ്റ് പവർ തെഫ്റ്റ്. അതായത് പല സ്ഥലങ്ങളിലും വൈദ്യുതി മോഷ്ടിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അത് കണ്ടെത്തി അത് തടയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിൻ്റാണ് വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ
ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക. വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, സൃഷ്ടിക്കുക. ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദി പീപ്പിൾ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രിക് എനർജി. അതായത് വൈദ്യുതി അമൂല്യമാണെന്നും അത് പാഴാക്കരുതെന്ന രീതിയിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക. ഓക്കെ, ഇതാണ് വൈദ്യുതി മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ചില മാർഗങ്ങളായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് ആരോഗ്യം, ഹെൽത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരോഗ്യം എന്നത് രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, ഒരാളുടെ ശേഷി തിരിച്ചറിയുന്നതിനുള്ള കഴിവ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ രോഗം ഇല്ലാതാക്കുക, രോഗം ഇല്ലാത്ത അവസ്ഥ, അത് മാത്രമല്ല ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാളുടെ ശേഷിയും കൂടെ ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. നല്ല ആരോഗ്യമുള്ള ജനസംഖ്യ ഒരു രാജ്യത്തുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ വളർച്ചയിലേക്കും രാജ്യത്തിൻ്റെ വികാസത്തിലേക്കും നയിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റായിട്ട് പറയുന്നു, സാമ്പത്തിക വളർച്ചയിലേക്കും വികാസത്തിലേക്കും നയിക്കുന്ന ഏറ്റവും ഉൽപ്പാദനപരമായ വിഭവമാണ് ആരോഗ്യപരമായ ജനസംഖ്യ. അപ്പോൾ ഒരു രാജ്യത്ത് ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്ത് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികാസവും ഉണ്ടാകുന്നു. ഓക്കെ, ഹെൽത്ത് ഈസ് നോട്ട് ഓൺലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ഓൾസോ ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് one's potential. Healthy population is the most productive resources that leads to economic growth and development. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് ആരോഗ്യ അവസ്ഥയുടെ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതി അളക്കുന്നതിനുള്ള സൂചകങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതി അളക്കുന്നത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ശിശു മരണനിരക്ക് ഫസ്റ്റ് പോയിൻ്റ് ആണ്. ശിശു മരണനിരക്ക്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. സെക്കൻഡ് പോയിൻ്റ് ആണ് മാതൃ മരണനിരക്ക്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. തേർഡ് പോയിൻ്റ് ആണ് ആയുർ ദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി. എന്ന് പറഞ്ഞാൽ ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നതാണ് ആയുർ ദൈർഘ്യം. ഓക്കെ, നാലാമത്തെ പോയിൻ്റ് ആണ് പോഷകാഹാര നിലവാരം, ന്യൂട്രീഷണൽ ലെവൽ, പോഷകാഹാരം ലഭ്യമാവുന്ന അവസ്ഥ, അതാണ് പോഷകാഹാര നിലവാരം. അടുത്ത പോയിൻ്റാണ് രോഗങ്ങൾ, ഡിസീസസ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിൻ്റാണ് ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങൾ, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു ഡെവലപ്ഡ് എക്കണോമി, ഒരു വികസിത രാജ്യമാണെങ്കിൽ ഈ പോയിൻ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുമ്പോൾ ശിശു മരണനിരക്ക് കുറവായിരിക്കും, മാതൃമരണനിരക്ക് കുറവായിരിക്കും, ആയുർദൈർഘ്യം കൂടുതലായിരിക്കും, പോഷകാഹാര നിലവാരം കൂടുതലായിരിക്കും, രോഗങ്ങളുടെ അളവ് കുറവായിരിക്കും, ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ആ രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ നിർണ്ണയിക്കുന്ന സൂചകങ്ങൾ അഥവാ ഘടകങ്ങളായിട്ട്. ഇതിലെ അവസാനത്തെ സൂചകമായ ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങൾ അഥവാ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങൾ, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ പശ്ചാത്തല സൗകര്യം എന്ന് പറഞ്ഞാൽ ആശുപത്രികൾ, ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ പ്രൊഫഷണലുകൾ, കിടക്ക, ആശുപത്രികളെയും മറ്റുള്ള കിടക്കകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഔഷധങ്ങൾ, ഔഷധ നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവയെല്ലാം മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ ഇവയെല്ലാം കൂടി വിളിക്കുന്ന പേരാണ് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളത്. ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ പ്രൊഫഷണൽസ്, ബെഡ്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ദി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അടുത്ത ഹെഡിങ് ആണ് ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനം, ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ.
ഓക്കെ. ആരോഗ്യ പരിപാലനത്തിൽ ത്രിതല സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ. ഹെൽത്ത് കെയർ കൺസിസ്റ്റ് ഓഫ് എ 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3 തലത്തിലുള്ള സംവിധാനമാണ് ഇന്ത്യയിൽ ആരോഗ്യ പരിപാലനത്തിന് ഉള്ളത്. ഓക്കെ. അത് ഓരോന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ പോയിൻ്റാണ് പ്രാഥമിക ആരോഗ്യ പരിരക്ഷ, പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ. പ്രൈമറി ഹെൽത്ത് കെയർ ആണ് ആദ്യം പറയുന്നത്, പ്രാഥമിക ആരോഗ്യ പരിരക്ഷ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ആരോഗ്യ വിദ്യാഭ്യാസം. എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ തിരിച്ചറിയുക, രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക, തടയുക, രോഗങ്ങളെ കൺട്രോൾ ചെയ്യുക, അതിനുള്ള ചില നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ആരോഗ്യ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ആദ്യത്തെ പോയിൻ്റ്. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റാണ്, അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷനാണ് ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റാണ് പോഷകാഹാരം, കുടിവെള്ളം, ശുചിത്വം എന്നിവയുടെ പ്രോത്സാഹനം. ഓക്കെ. എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷൻ, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് മാതൃ ശിശു ആരോഗ്യ സംരക്ഷണം, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. എന്ന് പറഞ്ഞാൽ മാതാക്കളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള പരിപാടികൾ നടപ്പിലാക്കുക. ഓക്കെ. ഇനി അടുത്ത പോയിൻ്റാണ് ചില രോഗങ്ങൾക്കെതിരായ പ്രതിരോധ കുത്തിവെപ്പ്, ഇമ്മ്യൂണൈസേഷൻ എഗെയിൻസ്റ്റ് സർട്ടൈൻ ഡിസീസസ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കൊറോണക്കുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിരോധ കുത്തിവെപ്പുകളും ഇതിൽ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. അവശ്യ മരുന്നുകളുടെ വിതരണമാണ് അടുത്ത പോയിൻ്റ്. ഓക്കെ. പ്രൊവിഷൻ ഓഫ് എസൻഷ്യൽ ഡ്രഗ്സ്, അവശ്യ മരുന്നുകളുടെ വിതരണം, അതായത് അത്യാവശ്യമുള്ള മരുന്നുകൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായുള്ള പ്രാഥമിക ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായുള്ള 3 സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രാഥമിക ആരോഗ്യ പരിപാലനത്തിലെ ത്രിതല സംവിധാനം, 3 സംവിധാനം, 3 ടയർ സിസ്റ്റം ഇൻ പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ. അതിലൊന്നാമത്താണ് സബ് സെൻറ്റേഴ്സ്. ഓക്കെ. രണ്ടാമത്താണ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ, PHCs. ഓക്കെ. മൂന്നാമത്തതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകൾ, CHCs. എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രാഥമിക ആരോഗ്യ പരിരക്ഷ നൽകുന്നത്. ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് ആണ് ദ്വിതീയ ആരോഗ്യ പരിപാലനം, സെക്കൻഡറി ഹെൽത്ത് കെയർ. ഓക്കെ. അതായത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലെ രണ്ടാമത്തെ സംവിധാനമാണ് ദ്വിതീയ ആരോഗ്യ പരിപാലനം, സെക്കൻഡറി ഹെൽത്ത് കെയർ. ഓക്കെ. ഇതനുസരിച്ച് വിപുലമായ ആരോഗ്യ പരിരക്ഷ ആവശ്യമുള്ളപ്പോൾ, എന്ന് പറഞ്ഞാൽ കൂടുതൽ ചികിത്സ ആവശ്യമുള്ളപ്പോൾ അവരെ ദ്വിതീയ അല്ലെങ്കിൽ തൃതീയ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. അതായത് ഈ സെക്കൻഡറിയിലേക്കോ ഇനി പറയാൻ പോകുന്ന ടേഴ്ഷ്യറിയിലേക്കോ റെഫർ ചെയ്യും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളപ്പോൾ. ഓക്കെ. ഇനി ഈ ദ്വിതീയ ആരോഗ്യ പരിപാലന രീതിയിലുള്ള ആശുപത്രികളിൽ, സെക്കൻഡറി ആശുപത്രികളിൽ എക്സ്റേ, സ്കാനിങ്, ECG, ശസ്ത്രക്രിയ എന്നിവ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്തരം ഹെൽത്ത് കെയർ അടിസ്ഥാനമാക്കിയുള്ള ആശുപത്രികൾ നിലനിൽക്കുന്നത് വലിയ നഗരങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ആയിരിക്കും. ഓക്കെ. വലിയ നഗരങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലുമാണ് ഈ സൗകര്യം ലഭ്യമായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സബ് സെൻറ്ററും പ്രൈമറി ഹെൽത്ത് സെൻറ്ററും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററും ഒക്കെ ഗ്രാമങ്ങൾ പോലുള്ള പ്രദേശങ്ങളിലായിരിക്കും, ചെറിയ പട്ടണങ്ങളിലൊക്കെ ആയിരിക്കും. എന്നാൽ ഈ രണ്ടാമത്തെ സംവിധാനം നിലനിൽക്കുന്നത് വലിയ നഗരങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ആയിരിക്കും. ഓക്കെ. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആശുപത്രിയിലേക്ക് മാറണം, ആശുപത്രിയിലേക്ക് പോരേണ്ടി വരും. ഓക്കെ. When patients need advanced health care, they are referred to secondary or tertiary hospitals. Secondary hospitals have facilities for X-ray, scanning, ECG and surgery. This facility is
അവൈലബിൾ ഇൻ ലാർജ് സിറ്റീസ് ആൻഡ് ഡിസ്ട്രിക്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ. ഇനി അടുത്ത ആരോഗ്യ സംവിധാനമാണ് തൃതീയ ആരോഗ്യ പരിപാലനം, ടേർഷ്യറി ഹെൽത്ത് കെയർ. അതായത് ത്രിതല ആരോഗ്യ സംവിധാനത്തിലെ മൂന്നാമത്തെ ആരോഗ്യ സംവിധാനമാണ് തൃതീയ ആരോഗ്യ പരിപാലനം, ടേർഷ്യറി ഹെൽത്ത് കെയർ. ഓക്കെ. ഇതനുസരിച്ച് ആരോഗ്യ പരിപാലനം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിൽ ഉയർന്ന തലത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ, ഈ തൃതീയ ആരോഗ്യ സംവിധാനത്തിൽ മെഡിക്കൽ ഫീൽഡിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഉൾപ്പെടുന്നത്. ആരോഗ്യ പരിപാലനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ഗവേഷണം നടത്താനൊക്കെ സൗകര്യമുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആരോഗ്യ സംവിധാനമായിട്ടാണ് ഈ തൃതീയ ആരോഗ്യ പരിപാലനത്തെ കാണുന്നത്, ടേർഷ്യറി ഹെൽത്ത് കെയറിനെ കാണുന്നത്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ടോപ്പ് ഓഫ് ദി ഹെൽത്ത് കെയർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ. ഇങ്ങനെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക്, അങ്ങനെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, AIIMS. ഓക്കെ. അടുത്ത ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. ഓക്കെ. NIMHANS, നിംഹാൻസ്. ഓക്കെ. ഇത്രയും സ്ഥാപനങ്ങൾ ഈ ടേർഷ്യറി ആരോഗ്യ സംവിധാനത്തിന് ഉദാഹരണങ്ങളാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, AIIMS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, നിംഹാൻസ്. ഓക്കെ. ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഈ തൃതീയ ആരോഗ്യ പരിപാലന സംവിധാനത്തിന് ഉദാഹരണമായിട്ട് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ കുറച്ചും കൂടി വിശേഷങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.